ഹായ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു ഷെയ്ഖ് ദ ഹോം ഷോപ്പ്. ഇതിപ്പോൾ കണ്ടപ്പോൾ മനസ്സിലായല്ലോ, നല്ലൊരു വാഴക്കൊമ്പാണ് ഇത്. നമ്മുടെ പുരടുത്ത് തന്നെ നമ്മുടെ വാഴയിൽ നിന്നുണ്ടായത് തന്നെയാണ് വാഴക്കൊമ്പ്. ഇത് എല്ലാവരുടെ വീടുകളിലും വാഴകളുള്ള വീടുകളിൽ ഇങ്ങനെ ഒരു വാഴക്കൊമ്പ് ഉണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇതാരും അത് ഉപയോഗശൂന്യമാക്കി കളയരുത്. കാരണം ഇതിൽ അടങ്ങിയിരിക്കുന്നത് എൻ്റെ ഗുണങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പണ്ടൊക്കെ ഇതിൻ്റെ ആ ഒരു തേനൊക്കെ എടുത്ത് കഴിച്ചിട്ട് കുടിച്ചിട്ട് ജസ്റ്റ് സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ശരിക്കും ഇത് ഉപയോഗിക്കുന്ന തേനെടുത്ത് കുടിക്കാനാണ്. ആ വാഴക്കൊമ്പിൻ്റെ ഇടയിൽ ഓരോ ഇതളിൻ്റെ ഇടയിലുള്ള തേൻ കുടിച്ചിട്ട് ജസ്റ്റ് അതെല്ലായിടത്തും കളയും. പക്ഷെ അന്നൊന്നും അറിയില്ലല്ലോ ഇത്രയും ഗുണങ്ങളുള്ള, ഇത്രയും അയൺ റിച്ച് ആയിട്ടുള്ളൊരു സംഭവമാണിതെന്നും. ഈ വാഴക്കൊമ്പിൽ അടങ്ങിയിരിക്കുന്നത് നമ്മുടെ ശരീരത്തിന് എപ്പോഴും, അതായത് നമ്മുടെ ശരീരത്തിൽ HB കുറയുന്നവർക്ക് രക്തം ശരിക്കും വർദ്ധിപ്പിക്കാനും പ്രമേഹം നിയന്ത്രിക്കാനും പിന്നെ എല്ലാത്തിനും നല്ലതായിട്ടുള്ള ഈ വാഴക്കൊമ്പ് തോരൻ ഏറ്റവും വലിയ അസുഖമെന്നറിയപ്പെടുന്ന ക്യാൻസറിനെ പ്രതിരോധിക്കാനും പിന്നെ മെൻ്റലി ഡിപ്രഷൻ, മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതും എല്ലാത്തിനും ഇത് ഉപകാരപ്പെടും. വല്ലപ്പോഴും ഒന്ന് കഴിച്ചാൽ പോരാ, നമുക്ക് ഒന്നര വിട്ടല്ലെങ്കിൽ ആഴ്ചയോ ഒരു ദിവസമെങ്കിലും ഇത് നമുക്കൊരു ഉപകാരപ്രദമാക്കണം. ഇതുപോലെ നല്ല ഈ രീതിയിൽ വേണം വൃത്തിയാക്കി എടുക്കാനായിട്ട്. അതിൻ്റെ ഇതെല്ലാം എടുത്ത് കളഞ്ഞതിന് ശേഷം നല്ല രീതിയിൽ നൈസായിട്ട് കുനുകുനാ അരിഞ്ഞെടുക്കണം. അതായത് നമുക്കിത് പച്ചയ്ക്കൊന്നും കഴിക്കാൻ പറ്റില്ല, കാരണം കറയുള്ളത് കൊണ്ട് ജസ്റ്റ് എല്ലാം നല്ല രീതിയിൽ കട്ട് ചെയ്തെടുക്കണം. പിന്നെ ഇത് സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന പീരീഡ് സംബന്ധമായ ആർത്തവ പ്രശ്നങ്ങളുണ്ടല്ലോ, വയറുവേദന അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള കുറേ സംബന്ധങ്ങൾക്കെല്ലാം ഇത് കണ്ടിന്യൂ കഴിച്ചാൽ വളരെ ഉപകാരമാണിത്. അത്രയ്ക്കും നല്ല ഉപകാരമുള്ള ഒരു സംഭവമാണ്. അത്രയും ഗുണങ്ങളാണ് അയൺ റിച്ച് ആയിട്ടുള്ളത് ഇത്. അതുകൊണ്ടാണ് ഇത്രയും വ്യക്തമായിട്ട് പറയുന്നത് തന്നെ. ശരിക്കും ഇതുപോലെ തന്നെ ശരിക്കും നന്നായിട്ട് അരിഞ്ഞതിന് ശേഷം നമുക്ക് വൃത്തിയാക്കി എടുക്കണം. ഇതിൽ അടങ്ങിയിരിക്കുന്ന ഒരുപാട് വൈറ്റമിൻസും ധാതുക്കളും ഒരുപാട് അടങ്ങിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ രോഗപ്രതിരോധ ശേഷി കൂട്ടാനൊക്കെ ഇത് വളരെ ഗുണമാണ്, ഒരുപാട് ഉപകാരപ്പെടും. ഇത് കണ്ടിന്യൂ വെച്ചാൽ നമുക്ക് ഇമ്മ്യൂണിറ്റി പവറൊക്കെ കൂട്ടാനും കൊച്ചുങ്ങൾക്ക് മുതൽ ഇത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് എപ്പോഴെപ്പോഴും അസുഖമൊന്നും വരില്ല ഇതൊക്കെ കൊടുത്താലേ. ഇത് നല്ലതാണ്. അതുപോലെ തന്നെ വാർദ്ധക്യ സംബന്ധമായ രോഗങ്ങളായാലും എന്തായാലും വാർദ്ധക്യ സഹജമായിട്ടുള്ള പെട്ടെന്ന് അങ്ങനെ ഇത് കണ്ടിന്യൂ കഴിച്ചു കഴിഞ്ഞാൽ ഒരുപാട്, അതായത് നമ്മളെ നാട്ടിൽ ഗ്രാമത്തിൽ നമ്മുടെ വീട്ടിലൊക്കെ പിടിച്ചിട്ടുള്ള ഇങ്ങനെയുള്ള വിഷരഹിതമായ പച്ചക്കറികളൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ എന്നും നല്ല ചെറുപ്പമായിട്ടിരിക്കാനൊക്കെ സഹായിക്കും. ഇതിപ്പം ഇതിൻ്റെ ഒരു കറയുണ്ട് കേട്ടോ, ഇതിലൊരു വല പോലുള്ളൊരു കറയുണ്ട്. ശരിക്കും ഇത് നമ്മൾ അരിഞ്ഞതിന് ശേഷം അല്പം വെളിച്ചെണ്ണ കയ്യിൽ തടവിയതിന് ശേഷം ജസ്റ്റ് ഇതുപോലെ ഇങ്ങനെ ഒന്ന് തിരുമ്മി എടുക്കുമ്പോൾ തന്നെ കറ ഇങ്ങനെ വെളിയിൽ ആ വല പോലുള്ള കറ അതിങ്ങനെ പുറത്ത് വരും. അതിതുപോലെ എടുത്ത് ഇങ്ങനെ കളഞ്ഞെടുക്കാം. ഇത് ശരിക്കും ഒന്ന് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഒരു 3-4 പേർക്ക് കഴിക്കാനേ വരുള്ളൂ. നന്നായിട്ട് കഴിക്കുന്നവരാണെങ്കിൽ 2 പേർക്കൊക്കെ വരുള്ളൂ. ഇപ്പോൾ എനിക്ക് ഒന്നേ കിട്ടിയുള്ളായിരുന്നുള്ളൂ. പിന്നെ ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഒന്നും കൂടെ കിട്ടിയായിരുന്നു. അപ്പോൾ ഒരുമിച്ച് ഒരുപാട് വാഴയുടെ കൊല എടുക്കുന്നെങ്കിൽ 2-3 ഒരുമിച്ച് കിട്ടും. അപ്പോൾ ഒരു 5-6 പേർക്ക് കഴിക്കാനുണ്ടാവും. ഇനിയിപ്പോൾ അതിന് വേണ്ടുന്ന മറ്റ് ഇൻഗ്രീഡിയൻസ് കട്ട് ചെയ്ത് വയ്ക്കാം. ഒരു സവാളയും ചെറുതായി കുനുകുന അരിഞ്ഞ്, അത് നമ്മൾ വാഴക്കൊമ്പ് എത്രത്തോളം ചെറുതായിട്ട് അരിഞ്ഞു അതുപോലെ തന്നെ സവാളയും ചെറുതായി അരിഞ്ഞ്, അതുപോലെ വെളുത്തുള്ളി ഒരു 5-6 അല്ലി വെളുത്തുള്ളിയും ചെറുതായി അരിഞ്ഞിട്ട് പച്ചമുളകും അതുപോലെ തന്നെ കുനുകുന എല്ലാം ചെറിയ പീസാക്കി കട്ട് ചെയ്തതിന് ശേഷം ഞാനൊരു അത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മൺചട്ടി അടുപ്പി വെച്ചിട്ടുണ്ട്. അതിലേക്ക് അല്പം വെളിച്ചെണ്ണ, ഇതിന് വെളിച്ചെണ്ണയാണ് നല്ലത്. നമ്മുടെ നാട്ടിലുള്ള ഒരു സംഭവങ്ങളൊക്കെ, നമ്മളെ നാടൻ സാധനങ്ങളെല്ലാം ഉണ്ടാക്കുന്നതിന് വെളിച്ചെണ്ണ തന്നെയാണ് ഏറ്റവും ഗുണമുള്ളത്. വെളിച്ചെണ്ണയിട്ട് കടുകും അല്പം ഞാൻ നമ്മുടെ ഉഴുന്ന് പരിപ്പിട്ടിട്ടുണ്ട്. അത് വീഡിയോ മിസ്സായിപ്പോയി. ഉഴുന്ന് പരിപ്പിൻ്റെ മണവും രുചിയും ഇതിന് പ്രത്യേകം എടുത്തു പറയത്തക്ക ഒരു ടേസ്റ്റാണ്. അപ്പോൾ കടുകും ഉഴുന്ന് പരിപ്പും കറിവേപ്പിലയും ഇട്ടതിന് ശേഷം ഇപ്പം ഞാൻ അരിഞ്ഞ് വെച്ചിരുന്ന സവാളയും വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരു ചെറിയൊരു ഗോൾഡൻ കളർ അങ്ങനെ ആവുന്ന രീതിയിൽ അല്പം ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. എൻ്റെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന അരിഞ്ഞ് വെച്ചേക്കുന്ന ആ വാഴക്കൊമ്പ് അതും ഇതിലേക്ക് ചേർത്ത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അല്പം ഉപ്പും കൂടെ ചേർക്കാം. പിന്നെ ചെറിയൊരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം.
ഇതിൽ കൂടുതൽ നമുക്ക് ചേരുവകളൊന്നുമില്ല, ആകെ ഇത്ര തന്നെയാണ്. പിന്നെ തോരനായതുകൊണ്ട് അല്പം തേങ്ങ, അത് ഞാൻ ജസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ കടുക് താളിച്ചപ്പോൾ കടുകും ജീരകവും കൂടെ ചേർത്തത് കൊണ്ട് ഞാൻ തേങ്ങ അരയ്ക്കുന്നതൊന്നുമില്ല. കാരണം പച്ചമുളക്, വെളുത്തുള്ളി എല്ലാം ഇതിൽ തന്നെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ തോരൻ അരയ്ക്കുന്ന എല്ലാ കണ്ടൻറ്റും ഇതിനകത്ത് തന്നെ ചേർത്തിട്ടുണ്ട്. അതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ചു വെച്ച് ഒരു 2 മിനിറ്റ് ചെറുതീയിൽ, വെള്ളം ഒന്നും ചേർക്കരുത്. ഈ എണ്ണ ചേർത്തതിൽ തന്നെ ഒന്ന് അതിൽ നിന്നൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടി മാത്രമേ ഉള്ളൂ. അത്രയ്ക്കുള്ള ഒരു ഇതേ ഉള്ളൂ ഇതിന്. വഴക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആകുമ്പോൾ തന്നെ ശരിക്കും വെന്ത് വരും. ഞാനൊരു 1/2 കപ്പ് തേങ്ങയും കൂടെ ചേർത്തിട്ട് ഒന്ന് ഇതെല്ലാം കൂടെ ചേർത്ത് മൂടി 1 മിനിറ്റോ 2 മിനിറ്റോ വെച്ചിട്ട് ഒന്ന് ചൂടായതിന് ശേഷം എല്ലാം കൂടെ ഒന്ന് ചിക്കി എടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. പിന്നെ ഇനി ഉപ്പ് വേണമെങ്കിൽ ഞാനൊരു 1/4 സ്പൂൺ മുളക് പൊടി കൂടെ ചേർത്തിട്ടുണ്ട്. മുളക് പൊടിയും ചേർത്ത് കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ വാഴക്കൂമ്പ് തോരൻ ഇതുപോലെ തയ്യാറാക്കിയിട്ടില്ലാത്തവർ ഒന്ന് തയ്യാറാക്കി നോക്കി ഒന്ന് അഭിപ്രായം അറിയിക്കണം കേട്ടോ. ഒന്ന് കഴിച്ചതിന് ശേഷം ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കണം. കാരണം അത്രയ്ക്കും രുചിയും ഇത്രയും അയൺ റിച്ച് ആയിട്ടുള്ള സംഭവം നമുക്ക് വേറെ ഇല്ലെന്ന് തന്നെ പറയാം.